സോ ഗൈസ് അപ്പോൾ വോട്ടിങ് നല്ല രീതിയിലുള്ള മാറ്റം, നല്ല രീതിയിലുള്ള വ്യതിയാനം, നല്ല വേരിയേഷൻ. അപ്പാനി ശരത്ത് എന്നൊരു വ്യക്തി നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വന്നതാണ്. പുള്ളിക്കാരനൊക്കെ നല്ല പിറകോട്ട് പോയ കാഴ്ചയാണ്. ഒരുപാട് പേര് മുന്നോട്ട് വന്നു, ഒരുപാട് പിറകോട്ട് പോവുകയാണ്. ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിലൂടെ നമുക്ക് നേരെ വോട്ടിങ്ങിലേക്ക് പോകാം. ഏറ്റവും അവസാനം സെയിം അവസ്ഥ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് സരിക 9ാം സ്ഥാനമാണ്. 6500 വോട്ടാണ്. 6500 വോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും അവസാനം നിൽക്കുക എന്ന് പറഞ്ഞാലും ചില്ലറ കാര്യമല്ല, അത് പിന്നെയും മനസ്സിലാക്കണം. നല്ല ഗെയിമായോണ്ടായിരിക്കും ഏറ്റവും അവസാനം നിൽക്കുന്നത്. പക്ഷേ ഇവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര തീയാണ്, ശ്രദ്ധിച്ചെന്ന് മനസ്സിലാവും. പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് ഉറങ്ങി. ചില സമയത്തൊക്കെ മാത്രമാണ് സംസാരങ്ങൾ, പിന്നീട് ഇല്ല. എല്ലാവരും വരുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, പിന്നീട് എല്ലാവരും ഉറങ്ങും. നെക്സ്റ്റ് 3ാം സ്ഥാനമാണ് 12232 വോട്ടായിട്ട് റന ഫാത്തിമ. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത്ര വോട്ട് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചുമ്മാ കിടന്ന് വിളിക്ക് ഡാൻസ് കളിക്കുക, ഇതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ അവർ വന്ന് കിടന്ന് ലൈക്ക് ചെയ്യുന്ന സംഭവമാണ്, മനസ്സിലായ. അതല്ലാതെ ഇവർക്ക് ഇവരേതായ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അത് ഇവരൊന്നും ഗെയിമോ കാര്യങ്ങളൊന്നും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഗെയിമിൽ ഇന്നേ വരെ മീൻസ് ഫസ്റ്റ് ആവണ പോലും കണ്ടിട്ടില്ല. ഇതൊക്കെ ഫോളോവേഴ്സ് വന്ന് ഇത് അയക്കുന്നതാണ്. സോ ഗൈസ്, ഏറ്റവും പുറകിലേക്ക് പോകുന്ന കാഴ്ചയാണ്. 7ാം സ്ഥാനമാണ്. ഭയങ്കര ഡേഞ്ചർ സോണാണ് അപ്പാനി ശരത്ത്. 3 പേരെന്ന പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പാനി ശരത്ത് പോകും. 3 പേരാണ് ഈ പ്രാവശ്യം പോകണമെങ്കിൽ 9, 8, 7 എങ്കിൽ അപ്പാനി ശരത്തിന് ഈ പ്രാവശ്യം പോകാം. നല്ല രീതിയിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാർ ആദ്യ സമയത്ത് വന്നപ്പോൾ ഒരു ടീമായിട്ട് ഇന്ന് എല്ലാവരും തകർക്കാൻ നോക്കി. ഇപ്പോൾ എല്ലാവരും നേരെ എതിർത്ത് നിൽക്കുകയാണ്. കാര്യം എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും അപ്പാനി ശരത്തിന് സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്യണമെന്ന്. അങ്ങനെ ആയിരിക്കാം. നല്ല ഡേഞ്ചർ സോളിലാണ്, വേറെ ആരുമല്ല. ശൈത്യയെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ പുറത്താവുള്ള ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, കഴിഞ്ഞ വീക്കിൽ പുറത്താവുള്ളതാണ്. പിന്നീട് ഒരു അവസരം കൊടുക്കുകയാണ്. പിന്നീടും ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന കാര്യമാണ് നമ്മൾ ശൈത്യയിൽ കണ്ടുവരുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇതിനെക്കാട്ടി എത്ര കഴിവുള്ള പയ്യന്മാർ പുറത്തുനിന്നറിയാമോ, പെൺകുട്ടികളായാലും. അവരെയൊക്കെ വിളിക്കാതെ അൺഫെയർ ആയിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്തിരിക്കുന്നത്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അടുത്ത ആളെ ഞാൻ പറയുക സരിക. ഇവരൊന്നും അതിൻ്റെ അകത്ത് ഒരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല. മീൻസ് അങ്ങനെയല്ല എന്ന് വെച്ചാൽ മീൻസ് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായി കാണും. 9:30 തൊട്ട് 10:30 വരെയുള്ള ഇവരൊന്നും കാണാൻ പോലും ഇല്ല. പിന്നെ രാവിലെ ഡാൻസ് കളിക്കും, പിന്നെ പോകും, പിന്നെ ഒന്നും കാണാനില്ല. ഇതിനെക്കാട്ടിയൊക്കെ 100-ൽ 101 ടാലൻറ്റുള്ള എത്ര ആൾക്കാർ പുറത്തേക്ക് വന്നിട്ട് എത്ര ആൾക്കാർ, എന്നിട്ട് കിട്ടുന്നത് ഇവർക്കും. ഒന്നാമത്തെ ഫെയിമും വേണോടാ. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഫെയിമില്ലടാ, നമുക്ക് ഫെയിമില്ലടാ. സോ ഗൈസ്, വേറെ ആരുമില്ല. 1ാം സ്ഥാനം 20,000 വോട്ടായിട്ട് വ്യക്തമായ ഭൂരിപക്ഷം. വോട്ടിങ് ഞാൻ നോക്കിയപ്പോൾ 19,500 ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ 20,000 കൊടുത്തതാണ്. എന്തായാലും 20 ആവും. ഞാൻ റൗണ്ട് ചെയ്ത് 20 ഇട്ടാണ്. പിന്നെ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ 20 ആവും. 500 വോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വ്യതിയാനമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും. ഷാനവാസൊക്കെയാണ് ഇപ്പോൾ മുന്നിൽ. ഷാനവാസൊക്കെ എല്ലാവരും ആദ്യം തകർക്കാൻ നോക്കി, പിന്നെ ഷാനവാസൊക്കെ തിരിച്ചടിച്ച് എല്ലാവരെയും ഇരുത്തിയൊരു കാഴ്ചയാണ്. ഷാനവാസൊക്കെ എല്ലാവരും ഇപ്പോൾ അമ്മാവൻ എന്നൊരു ടൈറ്റിലാണ് സോഷ്യൽ മീഡിയ വിളിക്കുന്നത്. 6ാം സ്ഥാനം 8,500 വോട്ടായിട്ട് വേറെ ആരുമല്ല, ഉനീൻ. ഇതൊക്കെ എന്തിനാണ് വന്നതെന്ന് എനിക്ക് സത്യത്തിൽ എനിക്കറിയില്ല. സീരിയസ്ലി ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണ് വന്നതെന്ന് എനിക്കിപ്പോഴും അറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഇതൊക്കെ പുറത്തിറങ്ങി ഞാനിപ്പോൾ ഗെയിം കളിച്ച് മറിക്കുമെന്ന് പറയും. എന്നാൽ ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോയി. എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്താ പറയുക, ഇവരൊക്കെ ഒന്നും ചെയ്യില്ലടാ. ഗെയിമും കളിക്കില്ല, ഒന്നും ചെയ്യില്ല. ചുമ്മാ കിടന്ന് അടിയെങ്കിലും ഉണ്ടാക്കുക. അക്ബർ 4ാം സ്ഥാനം 11,245 വോട്ടായിട്ടാണ് അക്ബറിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും അടി ഉണ്ടാക്കും. വെറുതെ വള്ളിയൊക്കെ അക്ബർ പിടിക്കും, ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ്. ഇന്നലത്തെ ഒരു ഡിബേറ്റ് നിങ്ങൾ മനസ്സിലാവും. ഇന്നലെ അപ്പാനി ശരത്ത് ചെറുതായിട്ടൊന്ന് ഷാനവാസിൻ്റെ ടീമിൽ കയറി അക്ബറിനെ കഴുകൻ എന്നൊക്കെ വിളിച്ച് നല്ല രീതിയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ അക്ബർ നമ്മൾ അപ്പാനി ശരത്തിനെ പട്ടി എന്ന് അവർ പേരിട്ടപ്പോഴും പറയുന്നത് ഏറ്റവും സ്നേഹമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇന്നലെ ഷാനവാസ് മീൻസ് ഷാനവാസ് തമ്മിൽ പറഞ്ഞതിലൊരു ഡിബേറ്റ് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് അനുവാണ് 2ാം സ്ഥാനം 15,256 വോട്ടാണ്. വെറും ഫോളോവേഴ്സിലുള്ള ആൾക്കാർ വന്ന് ഫാൻസായിട്ട് ഇടുന്നതാണ്. പിന്നെ ഒന്നാമത്തെ അനുമോൾ നല്ല ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അവരൊക്കെ എന്തിനാ അവരെ പിന്നെ നമുക്ക് വോട്ടിംഗ് അവസാനിച്ചിരിക്കും. നിങ്ങളുടെ എല്ലാവരും ലൈക്ക് ചെയ്യുക. എനിക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പോയി ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ ഈ ആഴ്ച നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർ പിന്നെ നിങ്ങളെ പറഞ്ഞ പോലെ ടാറ്റ എടുത്ത് ബാഗ് പറഞ്ഞു വിടും. സോ ഗൈസ്, എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. സൈനിങ് ഓഫ് AR ആകാശ്. ബം ബം ബോയാ.